ഗുഡ് മോദി കെയർ മോർണിംഗ്. മോദി കെയർ അട്ടപ്പാടി. മോദി കെയർ അട്ടപ്പാടിയുടെ ഡിസ്കൗണ്ട് കാർഡ് വിതരണത്തിലൂടെ എല്ലാ കുടുംബങ്ങളിലേക്കും വരുമാനം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മളിപ്പോൾ ചെയ്തു പോകുന്നത്. അതിൽ ഡിസ്കൗണ്ട് കാർഡ് വിതരണം ചെയ്യുന്ന വ്യക്തികൾ ഇതൊരു ബിസിനസ് അവസരമായി എടുക്കുന്നവരാണ് അല്ലേ. അപ്പോൾ അവർക്ക് അതെങ്ങനെ ഒരു വരുമാനത്തിലോട്ട് എത്താം എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത്. നമ്മളിപ്പം 100 PV ക്ലബ് മെമ്പർ എന്നുള്ളത് അതിൻ്റെ വീഡിയോസ് എല്ലാവരും കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നമുക്കൊരു 100 PV ക്ലബ് മെമ്പർ ആയാലും അതിൻ്റെ ബെനിഫിറ്റ്സ് അറിഞ്ഞു. ഇനി നമ്മൾ അടുത്തത് പറയുന്നത് ഒരു ഫാസ്റ്റ് സ്റ്റാർട്ട് പ്രോഗ്രാം അച്ചീവർ ആയാൽ എന്താണ് ബെനിഫിറ്റ് എന്നുള്ളതാണ്. നമ്മൾ എന്തായാലും ഇതൊരു ബിസിനസ്സായി ആരംഭിച്ചു. അപ്പം നമ്മുടെ ഈ ഒരു ആരംഭം നമുക്ക് തുടക്കം നന്നായാൽ ഒടുക്കം നന്നാവുമെന്നാണ് പറയുക അല്ലേ. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നൊക്കെയല്ലേ പറയാറ്. അപ്പോൾ ആ ഒരു അവസരത്തിൽ ഇതെങ്ങനെ നമുക്കിന്ന് ചെയ്തു പോകാം എന്നുള്ളത് നോക്കാം. നമ്മളൊരു കൺസൾട്ടൻ്റായിട്ട് ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് 7% സബ്സിഡി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് വരുന്നത്. അത് നമുക്കൊരു 300 GPV ആകുമ്പോൾ നമ്മൾ സീനിയർ കൺസൾട്ടൻ്റ് ആവുന്നു. 10% സബ്സിഡി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് വരുന്നു. ഇതെല്ലാവർക്കും മനസ്സിലായി. ഇനി ഇതിൽ നമ്മൾ ജോയിൻ ചെയ്ത അതേ മാസം നമ്മൾക്കൊരു 240 GPV ഉണ്ടെങ്കിൽ നമുക്കവിടെ സീനിയർ കൺസൾട്ടൻ്റ് ആവാം. അതായത് ഒരു ഫാസ്റ്റ് സ്റ്റാർട്ട് പ്രോഗ്രാം അച്ചീവറായി. ഇനി അതല്ല എങ്കിൽ പിന്നീട് നമ്മൾ എപ്പോൾ വേണമെങ്കിലും നമുക്കൊരു 300 GPV കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് ഒരു സീനിയർ കൺസൾട്ടൻ്റ് ആവാം. ഇനി നമ്മളൊരു FSP അച്ചീവറായി സ്വന്തമായിട്ട് നമുക്ക് 240 GPV ആക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലൂടെ ആയിട്ട് നമുക്കിത് കൊണ്ടുവരാൻ സാധിക്കും. ഇനി നമുക്ക് ഈ FSP അച്ചീവർ എങ്ങനെ നമുക്ക് ഈ പ്രോഗ്രാമിൽ നമുക്ക് എങ്ങനെ പങ്കാളികളാകാം എന്ന് നമുക്ക് നോക്കാം. നമുക്കിപ്പോൾ ഒരു 13,000 രൂപയുടെ ബില്ലിംഗ് ചെയ്യാം. അങ്ങനെ തുടങ്ങുമ്പോൾ എന്താ ഗുണം? നമ്മുടെ വീട്ടിൽ തന്നെ നമുക്കൊരു മാജിക് കോർണർ സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഹോം ഷോപ്പായിട്ട് തുടങ്ങാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് പ്രൊഡക്ട്സുകൾ വരുമ്പോൾ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കൊരു നല്ല തുടക്കം അവിടെ കിട്ടും. ഇനി ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്കൊരു 778 രൂപയുടെ പ്രൊഡക്റ്റ് നമുക്ക് എക്സ്ട്രാ ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട്. അപ്പം നമുക്ക് വളരെ വേഗത്തിൽ തന്നെ ഇത് സ്പീഡായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു 778 രൂപയുടെ പ്രൊഡക്ട്സ് നമ്മൾക്ക് ലാപ്സ് ആകാതെ 9 മാസത്തിനകം നമ്മൾ ബില്ല് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിപ്പോൾ ഇത് ബിസിനസ് തുടങ്ങുമ്പോൾ നമുക്കിത് ഇൻവെസ്റ്റ്മെൻ്റൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്താണ് അലസത വരും. എന്നാൽ നമ്മളിവിടെ ഒരു ക്യാഷ് ഇറക്കിയിട്ടുണ്ട് 13,000 രൂപ അല്ലെങ്കിൽ 20,000 രൂപ നമ്മൾ ബില്ല് ചെയ്ത് പ്രൊഡക്ട്സ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചിന്ത വരും? ഈ പ്രൊഡക്ട്സ് മറ്റുള്ളവർക്ക് കൊടുക്കണം. അത് കൊടുക്കണമെങ്കിൽ ഈ പ്രൊഡക്ട്സുകളെ കുറിച്ച് നമ്മൾ പഠിച്ചിരിക്കണം. അപ്പം നമ്മൾ സ്പീഡായിട്ട് ചെയ്യാനായിട്ട് തയ്യാറാവും. നമുക്കൊരു എക്സ്ട്രാ എനർജി അവിടെ ഉണ്ടാവും. അപ്പം നമുക്ക് ആ ഒരു അവസരത്തിലോട്ട് നമുക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഈ പ്രൊഡക്ട്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടീം സെറ്റ് ചെയ്യും. അങ്ങനെ ടീം സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ 240 GPV എടുത്തു. ഇനി നമ്മൾ ജോയിൻ ചെയ്യിക്കുന്ന ഓരോ വ്യക്തികളും അവരും 240 GPV ആയാൽ ഒരു 3 വ്യക്തികൾ നമ്മുടെ കൂടെ FSP അച്ചീവർ ആയാൽ നമുക്ക് 1000 രൂപയുടെ പ്രൊഡക്ട്സ് ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അവസരമൊക്കെ എന്തായാലും നമ്മളിത് ബിസിനസ് ചെയ്യുകയാണ്. ഈ ഒരു അവസരങ്ങൾ മനസ്സിലാക്കിയാൽ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സാണ്. ഇനി നമ്മളിപ്പോൾ ഒരു 100 എക്സ്ട്രാ ഉദാഹരണം പറയുകയാണ്. ഇപ്പം നമ്മളൊരു 150 GPV എടുത്തു. ഇനി നമ്മൾ കൊണ്ടുവരുന്ന ഒരു ലെഗിൽ എന്ന ലെഗിൽ 240 GPV അവരും എടുത്തു. അപ്പം നമുക്ക് ഫാസ്റ്റ് സ്റ്റാർട്ട് അച്ചീവർ ആവാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമുക്ക് ഓൾറെഡി 150 PV ഉണ്ടല്ലോ. അതിൻ്റെ കൂടെ അടുത്ത ലെഗിൽ ഒരു ലെഗിലാകാം, അല്ലെങ്കിൽ ഇനി എത്ര ലെഗിലായാലും ഒരു 100 GPV കൂടെ വന്നാൽ നമുക്കവിടെ 250 അപ്പം നമ്മളും ഒരു FSP അച്ചീവറായി. അപ്പോൾ ഈ ഒരു അവസരം നമ്മളൊന്ന് മനസ്സിലാക്കി എടുക്കുക. ഇതെടുക്കുമ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് സബ്സിഡി ആയിട്ട് 648 രൂപ വരുന്നുണ്ട്. ഇനി FSP ഫ്രീ പ്രൊഡക്റ്റ് 778 രൂപ വരുന്നുണ്ട്. പിന്നെ നമുക്ക് 1100 രൂപയുടെ പ്രൊഡക്റ്റ് നമുക്കവിടെ ഫ്രീ ആയിട്ട് 10% ഫ്രീ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ റീപർച്ചേസ് ഓഫർ എന്നതിലേക്ക് വരുന്നുണ്ട്. ഇനി റീറ്റെയിൽ പ്രോഫിറ്റ് ആയിട്ട് നമുക്ക് 1780 രൂപ അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അവസരമൊക്കെ നമ്മൾ മാക്സിമം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മളിത് പറയുമ്പോൾ നമ്മളിപ്പോൾ എന്താണ് ആൾക്കാരെ ചേർക്കുക അല്ലേ, അങ്ങനെയാണ് പറയുക ആൾക്കാർ. അതല്ല ശരിക്കും പറഞ്ഞാൽ ആരെയും ഇവിടെ ചേർക്കേണ്ടി വരില്ല. അവർ തനിയെ ജോയിൻ ചെയ്തോളും. ആദ്യം ഇത് നമ്മൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കിട്ടിയ ബെനിഫിറ്റ്
നമ്മളൊന്ന് ഷെയർ ചെയ്യാൻ നമ്മൾ തയ്യാറായാൽ നമ്മുടെ കൂടെ ആൾക്കാർ അവരിങ്ങോട്ട് വന്ന് ജോയിൻ ചെയ്തോളും. അപ്പോൾ ഈ ജോയിൻ ചെയ്ത മാസം നമ്മുടെ അക്കൗണ്ടിലോട്ടൊരു 100 രൂപ വരുമാനം വരുന്നത് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒന്ന് കാണിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറാവണം. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഒരു വരുമാനം വന്ന് കാണിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഈ വിജയം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? വിജയിച്ച് തന്നെ കാണിച്ചു കൊടുത്താൽ തന്നെയാണ് മനസ്സിലാവുക. അപ്പം നമ്മുടെ ഈ ചെറിയ ചെറിയ നേട്ടങ്ങൾ നമ്മൾ നേടാനും നമ്മൾ നേടിയ നേട്ടങ്ങൾ ഷെയർ ചെയ്യാനും നമ്മൾ തയ്യാറായാൽ മറ്റുള്ളവർക്കത് മോട്ടിവേഷനാണ്. അവർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുക തന്നെ ചെയ്യും. അപ്പം നമ്മൾ ഈ കാര്യങ്ങൾ ഒരുപാട് നമ്മൾ പഠിക്കാതെ നമ്മുടെ വിജയം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ഈ കൊച്ചു കൊച്ചു വിജയങ്ങൾ നമ്മുടെ ടീമിലോട്ടും എത്തിക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ. ഓക്കെ, താങ്ക് യു.